നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു എക്സ്ചേഞ്ചാണ്. KK കോയിൻ എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചാണ് ഞാൻ ഇവിടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളത് രജിസ്റ്റർ ചെയ്ത് KYC ഒക്കെ കൊടുത്ത് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 5000 ക്യാൻഡി കോയിനാണ് നമുക്ക് അതിൽ സൈനപ്പ് ബോണസായിട്ട് കിട്ടുന്നത്. ഓക്കെ, സൈനപ്പ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ക്യാൻഡി കോയിൻ കിട്ടില്ല. അത് നിങ്ങളുടെ ഡീറ്റെയിൽ KYC ഒക്കെ കൊടുത്ത് ഒക്കെ നിങ്ങൾക്ക് ഇമെയിലിലേക്ക് അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ വരും. കാരണം ഇത് രജിസ്റ്റർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ വരും. ആ വെരിഫിക്കേഷൻ കൺഫേം ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ വരുന്നത് നിങ്ങൾ KYC സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് KYC സെറ്റ് ചെയ്ത ഒരു മെസ്സേജ് വരും. അതിന് ശേഷം KYC സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജും കൂടി വരും. അതിൽ കാണാൻ നിങ്ങൾക്ക് എത്ര കോയിൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അതിൽ ഡീറ്റെയിൽ ഉണ്ടാവും. ഓക്കെ, 5000 കോയിൻ തന്നെയാണ്, അതിൽ കൂടുതലൊന്നും കിട്ടില്ല. പിന്നെ റഫറൽ കമ്മീഷനൊക്കെ ഉണ്ട് തോന്നുന്നു. കാരണം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ, കാരണം റഫറൽസിൻ്റെ ഈ ഡീറ്റെയിൽ അതിൻ്റെയാണ്. ഓക്കെ, ഇതാണ് റഫറൻസ് കയറി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഡീറ്റെയിലാണ് ഇത്. കാരണം എത്ര റഫറൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കമ്മീഷനൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ എല്ലാം നമുക്ക് വെരിഫൈ ആയാൽ മാത്രമേ നിങ്ങൾക്ക് കോയിൻ കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ എല്ലാം ഫുള്ളായിട്ട് നിങ്ങൾ വെരിഫൈ ആയതിനു ശേഷം നിങ്ങൾക്ക് കോയിൻ കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ റെഡ് ആൻഡ് ഗ്രീൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനബിൾ ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ അറിവുകളുമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കാരണം ഞാൻ കൂടുതൽ ഇപ്പോൾ ഒരു മാസത്തോളമായി ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ടും ഈ ടോക്കൺ സൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ടോക്കൺസുകളും കിട്ടാനും സാധ്യതയുള്ളതാണ്. കാരണം കൂടുതലും ഇപ്പോൾ 90% ടോക്കൺസും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഓരോ സൈറ്റുകൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്. കാരണം എനിക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഈ KK കോയിൻ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് KYC കൊടുക്കുക. കാരണം 15 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഡീറ്റെയിൽ അതിൻ്റെ 15-ാം തീയതി വരെ ഉള്ളൂ. അതിൽ ലിമിറ്റ് 15-ാം തീയതി വരെയാണ്. അപ്പോൾ നമുക്ക് ആ സൈറ്റിലേക്ക് പോകാം. ഈ KK കോയിൻ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഡാഷ്ബോർഡ് ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് കയറുമ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള പേജിലേക്ക് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്യാൻഡി കോയിന് കിട്ടുന്നതാണ്. ഇതാണ് ക്യാൻഡി കോയിൻ. ഇവിടെ ഈ കോയിനാണ് നമുക്ക് 5000 കോയിൻ ഇവിടെ നമുക്ക് വരും. ഇത് ട്രേഡിങ്ങിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാലൻസ് ചാർട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു പേജാണ് നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഈ മുകളിൽ കാണുന്ന എൻ്റെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പേജാണ് നിങ്ങൾക്ക് ഓപ്പണായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു പേജാണ് നിങ്ങൾക്ക് ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പേജായിരിക്കും ഓപ്പൺ ആവുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇമെയിൽ ID, പാസ്വേഡ് നിങ്ങൾ കൊടുക്കുമ്പോൾ ഫസ്റ്റത്തെ അക്ഷരം വന്നിട്ട് വലിയ അക്ഷരം കൊടുക്കണം, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. കാരണം നിങ്ങൾ സ്മോൾ ലെറ്റർ കൊടുത്താൽ തന്നെ ഇവിടെ മുകളിൽ എഴുതി കാണിക്കും. അപ്പോൾ അതുപോലെ റിപ്പീറ്റ് പാസ്വേഡും കൊടുക്കുക. ഇവിടെ എൻ്റെ റഫറൽ കോഡ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ എൻ്റെ റഫറൽ കോഡ് ഇവിടെ കാണും. 10-337-639 എന്നുള്ള കോഡായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾ ഐ അഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്യാപ്ച വരും. ഈ ക്യാപ്ച പറഞ്ഞാൽ സ്ലൈഡ് ചെയ്യുന്ന ഒരു ക്യാപ്ചയാണ്. അത് ഞാനിപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അതുപോലത്തെ ഒരു ക്യാപ്ചയാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ
ഇമെയിലിൽ വെരിഫിക്കേഷൻ വരും. ഇൻബോക്സിൽ ചെക്ക് ചെയ്യുക. ഇൻബോക്സിലല്ല എന്നുണ്ടെങ്കിൽ സ്പാം ബോക്സിലേക്കും ചെക്ക് ചെയ്യുക. കാരണം മസ്റ്റാണ്, വെരിഫിക്കേഷൻ മസ്റ്റാണ്. കാരണം എന്നാലാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ലോഗിൻ ചെയ്യുന്ന ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക. ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആവും. ഓക്കെ, ഇതുപോലെ ഒരു ക്യാപ്ച, ഈ ക്യാപ്ച നിങ്ങൾ ഇതുപോലെ സ്ലൈഡ് ചെയ്യുക. ഇവിടെ ഈ ഭാഗത്തായിട്ട് വെക്കുക. ഇതിൻ്റെ ആരം അവിടെ ഒരു ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായി കഴിഞ്ഞാൽ ഇവിടെ ഗ്രീൻ കളറിൽ വരും. ഓക്കെ, അത് കറക്റ്റായി. അതിന് ശേഷം ഓപ്പൺ ആവും. നിങ്ങൾക്ക് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതുപോലെ ഒരു എൻ്റർ ആയിരിക്കും വരിക. കാരണം ഇത് നിർബന്ധമാണ്, ഈ സൈറ്റിൽ ഇത് നിർബന്ധമാണ്. അതുകൊണ്ട് ഇത് എനബിൾ ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ എനബിൾ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇത് ഓൾറെഡി രജിസ്റ്റർ ഇത് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ മൊബൈലിൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിന്യൂ കൊടുത്തു. പിന്നെ ഇവിടെ ഈ കോഡ് നിങ്ങൾ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കണം. കാരണം ഇത് നിർബന്ധമാണ്. ഈ കോഡ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് മറക്കരുത്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു കോഡ്, കാരണം ഞാനിത് എന്തായാലും ഈ കോഡ് എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ ഒഴിവാക്കും. ഓക്കെ, നിങ്ങൾക്ക് കാണില്ല. അപ്പോൾ ഞാൻ ഈ കോഡ് എന്തായാലും ഇവിടെ ഞാനത് ബ്ലോക്ക് ചെയ്ത് വെക്കും. കാരണം ഉള്ളത് ശരിയല്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു കോഡ് കാണും. ഈ കോഡ് നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിവിടെ നെക്സ്റ്റ് എന്ന് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കോപ്പി ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബാർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ അത്തോട്ട്സൈഡ് ഓപ്പൺ ചെയ്തിട്ട് അത് ബാർ കോഡ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തതിന് ശേഷം അത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്പോൾ ഞാനത് സ്കാൻ ചെയ്യട്ടെ. സ്കാൻ ചെയ്തിട്ട് അതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാനത് സ്കാൻ ചെയ്തെടുത്തു. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു കോഡ് നമുക്ക് വരും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കോഡ് ഇത് വന്നിട്ട് ബാക്കപ്പ് കീ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ബാക്കപ്പ് കീ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ബാക്കപ്പ് കീ വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റും കൊടുക്കാം. കാരണം ഞാനിപ്പോൾ ബാക്കപ്പ് കീ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും നെക്സ്റ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ബാക്കപ്പ് ആവും. അപ്പോൾ ഇത് നിങ്ങൾ ബാക്കപ്പ് കീ ചെയ്യണമെങ്കിൽ ബാക്കപ്പ് കീ ആക്കി വെക്കാം. അല്ല അതിവിടെ നിങ്ങൾക്ക് പറ്റും. എനിക്കിപ്പോൾ അത് ബാക്കപ്പ് കീ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കത് ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ പോവുക. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ആദ്യം വരുന്ന ഈ സ്റ്റെപ്പാണ്. ഇതിൽ നിങ്ങൾ ഈ കോഡ് എടുത്തു വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് വന്നിട്ട് നിങ്ങളുടെ മൊബൈലിൽ ആ ഗൂഗിൾ അത്തോട്ട്സൈഡ് ഓപ്പൺ ചെയ്തിട്ട് സ്കാൻ ചെയ്യുക. അപ്പോൾ അതിലൊരു കോഡ് ഉണ്ടാവും. ആ കോഡ് നിങ്ങൾ ഇതിവിടെ സ്റ്റെപ്പ് മാറ്റുക, നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. ഇതിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ആ കോഡ് ആദ്യം പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് സേവ് ചെയ്യണം. കാരണം പേസ്റ്റ് ചെയ്യണം, കോപ്പി ചെയ്തിട്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ അവിടെ കണ്ട ആ കോഡിനെ നിങ്ങൾ ഇവിടെ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് ഇവിടെ കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന മൊബൈലിൽ ആപ്ലിക്കേഷനിൽ കിട്ടുന്ന ആ കോഡ്, ഡിജിറ്റൽ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് സക്സസ് ആയി എന്നുള്ള ഒരു മെസ്സേജ് ഇത് കാണിക്കും അതിൽ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ KYC ചെയ്യണം. ഈ KYC ഇതിപ്പോൾ എനിക്കിവിടെ ഇനിയിപ്പോൾ ഇത് ഓഫാക്കിയാൽ നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ എനിക്കിവിടെ ഇതായി. ഇനിയിപ്പോൾ എൻ്റെ ഇത് വന്ന് ഞാൻ ഗൂഗിൾ അത്തോട്ട്സൈഡ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇത് കൊടുത്താലേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ നിങ്ങളുടെ ഇമെയിൽ ഐഡിൻ്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം അൺവെരിഫൈഡ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാനുള്ള KYC കൊടുക്കാനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ നിങ്ങളുടെ പേര്, കാര്യങ്ങളൊക്കെ, അഡ്രസ്സ് എന്തൊക്കെ അതിൽ ചോദിക്കുന്നത് വെച്ചാൽ അതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമെയിൽ വരും.
അതിന് ശേഷം ഇമെയിൽ വന്ന് അത് ഇമെയിൽ വെരിഫിക്കേഷൻ ഒന്നല്ല, ഒരു ഇമെയിൽ നിങ്ങൾക്ക് വരും. കാരണം നിങ്ങളിത് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഇമെയിൽ അവർ സ്വീകരിച്ചതായിട്ടുള്ള ഇമെയിൽ വരും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവർ ഈ നിങ്ങളുടെ KYC ഞങ്ങൾ സക്സസ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമെയിൽ നിങ്ങൾക്ക് വരും. അതിൽ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന എത്ര കോയിനാണോ ക്യാൻഡി കോയിൻ അത് നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ക്യാൻഡി കോയിൻ അതിൻ്റെ ബാലൻസ് നമ്മളിവിടെ ചെക്ക് ചെയ്യുക. കാരണം ഈ ഫണ്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കാണാൻ കഴിയും, ക്യാൻഡി കോയിൻ്റെ ബാലൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് കോയിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാൻഡി കോയിൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 5000 കോയിൻ. കാരണം എൻ്റെ ഇതിലിപ്പോൾ റഫറൽസൊക്കെ എങ്ങനെ കയറിയിരിക്കണം എന്നുള്ളതൊക്കെ അറിയാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചിട്ട് നമുക്കിത് ട്രേഡ് ചെയ്യണമെങ്കിലും ട്രേഡ് ചെയ്യാം. ഇവിടെ അല്ലെങ്കിൽ വിഡ്രോ കൊടുക്കുക. ഓക്കെ, ട്രേഡ് ചെയ്യണമെങ്കിൽ ട്രേഡിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ETH ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? ഇത് ക്യാൻഡി കോയിൻ വന്നിട്ട് ETH ആണ് ട്രേഡിങ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ചെയ്യില്ല, നിങ്ങൾ നോക്കുക. കാരണം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ ചുവട്ടിൽ വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻവൈറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗിൻ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റഫറലിൽ എത്ര ആൾ കയറി എന്നുള്ളതൊക്കെ ഇതിൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതും അതുപോലെ രജിസ്റ്റർ ഇത് രജിസ്റ്റർ അല്ല, ഇത് നിങ്ങൾ ലോഗിൻ ചെയ്യണം. മനസ്സിലായില്ലേ? ഇത് ലോഗിൻ ചെയ്താലാണ്. കാരണം ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഒക്കെ ഉണ്ട് തോന്നണം. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെ കയറിയവരൊക്കെ ആരും കൺഫേം ആയിട്ടില്ല, അതാണ് സംഭവം. ഓക്കെ, ജസ്റ്റ് ഇമെയിലിൽ പോയിട്ട് ഇതാണല്ലേ, ഇതുപോലെ നിങ്ങൾക്ക് അത് ഇമെയിലിൽ വരും. ഇമെയിലിൽ ചിലപ്പോൾ വരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇതുപോലെ ഇമെയിലിൽ ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് എനിക്ക് വന്നത്. അവരുടെ സൈറ്റിൽ ഇതിൽ വന്നിട്ട് സപ്പോർട്ടിങ്ങിൽ പോയിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുത്തപ്പോൾ എനിക്ക് അവർ അയച്ച ലിങ്ക് പ്രകാരമാണ് ഞാൻ ഇതിൽ വന്നത്. വെച്ചാൽ ഇതുപോലെ ഉണ്ടാവും. നിങ്ങളൊരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഈ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയുടെ ചുവട്ടിൽ വെക്കാം. പക്ഷേ നിങ്ങൾ ഈ KYC ഒക്കെ കൊടുത്ത് പാസ്സായാൽ മാത്രമേ ഇത് തുറക്കാൻ പറ്റുള്ളൂ. കാരണം പാസ് ദി KYC ഫസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഈ ലിങ്കും ഞാൻ വെക്കാം. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര ആൾ കയറി നിങ്ങൾക്ക് അറിയാൻ കഴിയും, നിങ്ങൾ റഫർ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങളുടെ യൂസർ നെയിം വെച്ചിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് നിങ്ങളിത് ലോഗിൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് മാത്രം ലോഗിൻ ചെയ്താൽ പോരാ, നിങ്ങൾ ആ ട്രേഡ് സൈറ്റ് നിങ്ങൾ ലോഗിൻ ചെയ്താലേ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ എൻ്റെ കീഴിൽ 3 ആൾ കയറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ 5000 ടോക്കൺ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഇത് കാരണം ഞാൻ രണ്ട് ഭാഗത്തും 0 ആയിട്ട് കിടക്കുമ്പോഴും ഇവിടെ, കാരണം വെരിഫൈ ആയിക്കഴിഞ്ഞാൽ ഇവിടെ കാണും. ഇത് വെരിഫൈ ആയിട്ടില്ല, അൺവെരിഫൈ ആൾക്കാരാണ് ഇപ്പോൾ കാണുന്നത്. വെരിഫൈ ആയിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ വരുന്നുള്ളതാണ് അതിൻ്റെ ഇത്. കാരണം ഞാനത് ഇതിൽ വെച്ചാൽ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റും, ഇതിൽ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതിലാകുമ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റും. അതിൽ ഇമെയിലിൻ്റെതാണ്, അപ്പോൾ ആ ഇമെയിലിൽ അത് പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും വീഡിയോ കാണാൻ പറയുക. ഓക്കെ, ഇതിൽ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ ടോക്കൺ സൈറ്റ് എന്താണെന്നുള്ളതൊക്കെ കുറേ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവരും ഇപ്പോൾ ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ആയില്ലേ, കണ്ട ഇവിടെ ഈ സക്സസ് ആയവർ ഈ ഭാഗത്ത് വരും. ഇവിടെ സക്സസ് ആകാത്തവരാണ്, കാരണം വെരിഫൈ ആകാത്തവരാണ് ഈ കാണുന്ന 3 പേരും. വെരിഫൈ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വരും. അപ്പോൾ അതിൻ്റെ കമ്മീഷൻ ഉണ്ടെങ്കിൽ എനിക്കിവിടെ അറിയാൻ കഴിയും. പക്ഷേ ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട് 1, 2, 3. അപ്പോൾ ഈ എങ്ങനെയാണെന്നുള്ളത് ഈ ഇവിടെ ഡീറ്റെയിൽ, കാരണം അവൻ്റെ സക്സസ് ആയവരുടെ ഇമെയിലൊക്കെ ഇവിടെ വരുന്ന തോന്നുന്നത്. അവൻ്റെ ടൈമും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ രജിസ്റ്റർ ചെയ്യുന്നതും അതുപോലെ KYCൻ്റെയും അതുപോലെ മറ്റേ ഗ്ലോബൽ അതോറിറ്റിൻ്റെ ആ 2 ഫാക്ടിൻ്റെ ഒക്കെ എങ്ങനെ കൊടുക്കണം എന്താണെന്നുള്ളതൊക്കെ എല്ലാവരും വീഡിയോ കണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഇതൊക്കെ നോക്കുക, വാച്ച് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കറക്റ്റായിട്ട് വീഡിയോയുടെ ചുവട്ടിൽ വെക്കുന്നതായിരിക്കും. എന്തായാലും എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ നന്ദി.